നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012, പോക്സോ ആക്ട് എന്ന് നമ്മൾ വിളിക്കുന്ന നിയമം. കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങളെ പറ്റിയുള്ള നിയമങ്ങളെപ്പറ്റി പറയുന്നതാണ്, അതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള നിയമങ്ങളെപ്പറ്റി പറയുന്നതാണ് പോക്സോ ആക്ട്. പൊതുവേ നിങ്ങൾ മാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയൊക്കെ അറിയാം, പോക്സോ കോടതി ഇത്ര വർഷത്തേക്ക് 40 വർഷത്തേക്ക് ശിക്ഷിച്ചു, വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നീ കാര്യങ്ങൾ കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമത്തിൻ്റെ പേരിൽ. കുട്ടികൾ അതിൽ മരണം സംഭവിക്കുകയാണെങ്കിൽ കൂടിയും അതിൻ്റെ കാര്യങ്ങളും. അപ്പം മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകളാണ്. ഇപ്പോൾ പ്രതിയെ വെറുതെ വിടുന്നതായാലും, അല്ലെങ്കിൽ പ്രതിയെ പ്രോസിക്യൂഷൻ്റെ തെളിവ് അത്ര ശക്തമല്ലായിരുന്നു എന്ന് പറയുന്നതും, അതിൻ്റെ നൂലാമാലകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ പോപ്പുലറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഈ നിയമത്തിൻ്റെ വിശദാംശങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പം അറിയാം, ഫ്രം ദ ബേസ് ഇറ്റ് സെൽഫ്, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാതിൻ്റെ കോമൺ ആയിട്ടുള്ള എന്തൊക്കെയാണ് ഗ്രൗണ്ട്സ്, എന്തൊക്കെയാണ് കോമൺ ഡെഫിനിഷൻസ്, ഓരോ വാക്കിൻ്റെ അർത്ഥം, ഓരോ ലീഗൽ ആയതുകൊണ്ട്, ലോ ആയതുകൊണ്ട് അതിൻ്റെ ലീഗൽ കൺസെപ്റ്റ്സ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അറിയേണ്ടിയിരിക്കുന്നു. എന്താണ് അതിൻ്റെ മീനിങ്? അപ്പോൾ അതൊക്കെ ബേസിൽ തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് പോക്സോ ആക്ട്? നമുക്കൊരു കുട്ടിയെ നമ്മൾ കാണുന്നത് അല്ലേ, പുറമേ ചിരിക്കുകയും അകത്ത് വിഷമം കൊണ്ട് ഒന്നും പുറത്ത് പറയാൻ കഴിയാത്ത, ഒരു ഉറക്കെ ശബ്ദം ഉയർത്താൻ പോലും സാധിക്കാത്ത കുട്ടികളുള്ള ഒരു സമൂഹം. ഈ കുട്ടികളുടെ അവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, പ്രത്യേകിച്ച് ലൈംഗിക അതിക്രമങ്ങൾ, ഇന്ത്യൻ ശിക്ഷാ നിയമമായിരുന്നു ആദ്യം നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അവരുടെ ആ ഒരു പ്രൊവിഷൻസ് ഉണ്ട്. പക്ഷേ കുട്ടികൾക്ക് വേണ്ടി ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ പ്രത്യേകമായിട്ടൊരു നിയമം വേണമെന്ന് പറയുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവിധ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ രക്ഷിക്കുവാനും അവർക്ക് സംരക്ഷണം നൽകുവാനുമായിട്ടാണ് പോക്സോ ആക്ട് 2012 വന്നത്. ഇത് എസ്റ്റാബ്ലിഷ് അല്ലെങ്കിൽ ഈ ആക്ട് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കാരണമായ 2 സാധ്യതകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, UN കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് യൂണിസെഫിൻ്റെ, ഇപ്പം UNCRC എന്ന് നമ്മൾ പറയും, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദി റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ്. അവിടെ കുട്ടികൾക്ക് നേരെയുള്ള ചൂഷണങ്ങൾക്ക് എതിരായിട്ട് ലോകം ഒന്നിക്കണം. ടു പ്രൊട്ടക്ട് ദം ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ, ടു പ്രൊട്ടക്ട് ദം ഫ്രം സർട്ടൻ അബ്യൂസസ്, ഈ പറയുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന തത്വങ്ങൾ, ഈ പറയുന്ന ഉടമ്പടിയിൽ UN കൺവെൻഷൻ ഓൺ ദി റൈറ്റ്സ് ഓഫ് ചൈൽഡിലുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടും നമ്മുടെ ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭരണഘടനയിൽ അനുച്ഛേദം 15 ഉപവകുപ്പ് 3 പറയുന്നു, സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക നിയമങ്ങൾ നിർമ്മിക്കാനായിട്ട് സർക്കാരുകൾക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞു. ആ അധികാരത്തിൻ്റെ ബേസിലും UNCRC 1989 അതിൻ്റെയും ബേസിലായിട്ടാണ് പോക്സോ ആക്ട് വരുന്നത്. ഈ UNCRCയിൽ ഇന്ത്യ ഒപ്പുവെച്ചത് 1992 ഒരു ആഡഡ് പോയിന്റ് ഇരിക്കട്ടെ, ഇതാണ് യുണൈറ്റഡ് നേഷൻസ് റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് എന്ന് പറയുന്ന ഈ കൺവെൻഷനിൽ ഇന്ത്യ സൈൻ ചെയ്ത് സിഗ്നേറ്ററി ആയത് 1992. ഓക്കെ, അപ്പം ഇത് ഒരു ആഡഡ് പോയിന്റ് ആയിട്ടിരിക്കട്ടെ. അപ്പോൾ പോക്സോ ആക്ട് നിലവിൽ വരാൻ കാരണമായ 2 കാര്യങ്ങൾ UNCRCയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 15 ക്ലോസ് 3. എന്താണ് ഈ ഇതിനകത്ത് പറയുന്ന, അല്ലെങ്കിൽ പോക്സോ ആക്ടിൽ പറയുന്ന പ്രധാനമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇറ്റ് പ്രൊവൈഡ്സ് എ സ്ട്രിഞ്ചന്റ് ഡെറ്ററൻസ് ഫോർ ദ കമ്മീഷൻ ഓഫ് ഒഫൻസ് അഗൈൻസ്റ്റ് ചിൽഡ്രൻ റേഞ്ചിങ് ഫ്രം ദ മിനിമം ഓഫ് 20 years ഓഫ് ഇംപ്രിസൺമെന്റ് ടു ദി ഡെത്ത് പെനാൽറ്റി ഇൻ കേസ് ഓഫ് അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. എന്താണിത് പറയുന്നത്? സ്ട്രിഞ്ചന്റ് ഡിറ്ററൻസ് എന്ന ശക്തമായ, അത്രയും കാർക്കശ്യത്തോടു കൂടിയുള്ള ശിക്ഷാവിധികൾ അടങ്ങുന്ന, കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ കാർക്കശ്യത്തോടു കൂടിയുള്ള ശിക്ഷാവിധികൾ അടങ്ങുന്നതാണ്. അത് മിനിമമായിട്ട് 20 വർഷമെന്നും മാക്സിമം പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് വധശിക്ഷ വരെ കിട്ടാവുന്ന വകുപ്പുകളെല്ലാം കൂടി അടങ്ങിയതാണ് ഈ പോക്സോയിൽ പറയുന്നത്. ഈ വധശിക്ഷ ലഭിക്കുന്ന അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറയും. അതിഭീകരമായ രീതിയിലുള്ള പ്രവേശിത ലൈംഗിക അതിക്രമം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അത്ര കുട്ടികളുടെ ആരോഗ്യത്തിന്, കുട്ടികളുടെ ജീവന് വരെ ഹാനി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ലൈംഗിക അതിക്രമം എന്ന് നമ്മൾ പറയും. അപ്പം അതിന് വധശിക്ഷ വരെ നൽകുന്ന പ്രൊവിഷൻസ് ഉൾക്കൊള്ളുന്നതാണ് ഈ പോക്സോ ആക്ടിൽ വരുന്നത്.
പിന്നെ എന്താണ് ഈ പോക്സോ ആക്ടിൻ്റെ സ്കോപ്പ്, ഇതുകൊണ്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക? അപ്പോൾ ഇത് നിലവിൽ വന്നൊരു വർഷമുണ്ട്, അത് നമ്മൾ പറഞ്ഞു വരാം അല്ലേ. നമുക്കൊരു ടൈറ്റിൽ എന്താണ് ക്ലാസ്സിൽ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ആ സ്ലൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇത് നിലവിൽ വന്ന കാര്യം പറയാം. ശരിക്കും പറഞ്ഞാൽ ശിശുദിനത്തിലാണ് ഇത് ആക്ട് നിലവിൽ വന്നത്. അപ്പം നിങ്ങൾക്ക് എളുപ്പം റിലേറ്റ് ചെയ്യാൻ പറ്റും. കുട്ടികളുമായിട്ട് ബന്ധമുള്ളൊരു നിയമം, കുട്ടികളുടെ ദിനം അല്ലെ ശിശുദിനം എന്ന് പറയുന്നത് നവംബർ 14 2012 മുതലാണിത് നിലവിൽ വരുന്നത്. അപ്പോൾ ഈ പോക്സോ ആക്ട് മാത്രമല്ല കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ലൈംഗിക അതിക്രമമായിട്ടുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ളത്, അതിനല്ലാതെ തന്നെയുള്ളതാണ് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറുണ്ട്, ഇന്ത്യൻ ശിക്ഷാ നിയമമുണ്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ബാലനീതി നിയമം 2015 അമെൻഡ് ചെയ്ത് വന്നത്, പിന്നെ IT ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, സൈബർ ഒഫൻസസ് ഒക്കെ പറയുന്നത്. ഇതെല്ലാം നിയമങ്ങളുടെ ഒരു സമ്മിശ്രമായ ഒരു എഫക്റ്റ് പോക്സോയിലും ഉണ്ടാവും. ഇപ്പോൾ ഒരു കുട്ടിക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമത്തിൽ പോക്സോ മാത്രമല്ല ഒരു നിയമമായിട്ടുള്ളത്, അതിൻ്റെ കൂടെ തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമവും ജുവനൈൽ ജസ്റ്റിസ് ആക്ടും CRPCയും പറയുന്ന IT ആക്ട് മുതലായ നിയമങ്ങളും കൂടി ആ കുട്ടിയുടെ സംരക്ഷണത്തിനായിട്ട് അവർക്ക് നേരെയുള്ള അതിക്രമങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഉള്ളതാണ്. എവിടെയാണ് പോക്സോ ആപ്ലിക്കബിൾ ആണ്, എവിടെയാണ് നോക്കൂ. പോക്സോ ആക്ട് എന്ന് പറയുന്നത് 46 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഗസറ്റിൽ പബ്ലിഷ് ചെയ്തത് 20 ജൂൺ 2012. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രാബല്യത്തിൽ വരുന്നതും ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതും തമ്മിൽ രണ്ടാണ്, പ്രത്യേകം ഓർക്കുക. അപ്പോൾ പ്രാബല്യത്തിൽ വന്നത് എങ്ങനെയാണ്? ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദി ഒഫീഷ്യൽ ഗസറ്റ് ഓൺ 20th June 2012 but came into force on 14th November 2012. 14th November, നവംബർ 14 2012 ഈ ആക്ട് പ്രാബല്യത്തിൽ വരുന്നത്. ഗസറ്റിൽ ഔദ്യോഗികമായി പബ്ലിഷ് ചെയ്തത് ജൂൺ 20, 2012 ഇത് ഔദ്യോഗികമായിട്ട് പബ്ലിഷ് ചെയ്തത്. പിന്നെ എന്താണ് ഈ ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ്? ഏറ്റവും പ്രധാനമാണ്. ഒബ്ജക്റ്റീവിൽ നിന്ന് MCQ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം എന്താണ് ഈ ആക്ടിൻ്റെ ലക്ഷ്യം എന്താണ് പറയുന്നത് നോക്കും. ലക്ഷ്യം ഇതാണ്: an act to protect children from offenses of sexual assault, sexual harassment, pornography and provide for establishment of special courts for trials of such offenses and for matters connected therewith and incidental thereto. എന്താണ് ഈ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കുട്ടികളെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും, ഹറാസ്മെൻറ്റ്, സെക്ഷൽ ഹറാസ്മെൻറ്റിൽ നിന്നും, അശ്ലീല ദൃശ്യങ്ങളിൽ നിന്നും അതിൻ്റെ ഇരകളാവാതിരിക്കുവാനുമായിട്ടും ഈ കുറ്റങ്ങൾ കേൾക്കാനായിട്ട് പ്രത്യേക കോടതികൾ കൂടി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടും ഗവൺമെൻറ്റിന് അധികാരം നൽകുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന അതിനെയൊക്കെ പറ്റി പറയുന്നതാണ് ഈ പോക്സോ ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ്. ഏതൊരു നിയമം നമ്മൾ എടുത്താലും, നിങ്ങൾ ബെയർ ആക്ട് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. എന്തൊക്കെയാണ് നിയമം എന്ന് പറയുന്നത്, എന്തൊക്കെയാണ് ഇന്ന സെക്ഷൻ എന്താണ് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഒരു പേജ് നമ്മൾ തുടങ്ങുമ്പോൾ, സെക്ഷൻ 1 തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ പ്രിയാമ്പിൾ, അതിലാണ് ഒബ്ജക്റ്റീവ് ഓഫ് ദി ആക്ട് നമ്മൾ കാണാൻ സാധിക്കും. എന്താണ് ഈ ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് പറയും. ആ ഒബ്ജക്റ്റ് എന്താണ് ഈ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആക്ടിൻ്റെ ഉദ്ദേശം ഒന്ന് സ്പെഷ്യൽ കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം, ട്രയൽ ഓഫ് സച്ച് ഒഫൻസസ് ആൻഡ് ടു പ്രൊട്ടക്ട് ചിൽഡ്രൻ ഫ്രം ദ സെക്ഷൽ അസോൾട്ട്, സെക്ഷൽ ഹറാസ്മെൻറ്റ് ആൻഡ് പോർണോഗ്രഫി. അത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക. പിന്നെ ഈ ആക്ടിൻ്റെ റെലവൻറ്റ് സാലിയൻറ്റ് ഫീച്ചേഴ്സ് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. എന്താണ് പോക്സോ ആക്ടിൻ്റെ സാലിയൻറ്റ് ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. അതിൽ കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ദ വിക്ടിംസ് ഐഡൻറ്റിറ്റി. ഈ ആക്ടിൻ്റെ പ്രത്യേകതകൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കേണ്ടത്, അത് റിയാലിറ്റി, പരീക്ഷയ്ക്ക് മാത്രമായിട്ടല്ല, ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളാണ്. അപ്പം പരീക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകം പഠിക്കേണ്ട കാര്യമില്ല, ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നോക്കൂ, സെക്ഷൻ 23, പോക്സോ ആക്ടിലെ സെക്ഷൻ 23 എന്ന് പറഞ്ഞാൽ ഈ ലൈംഗിക അതിക്രമത്തിന്, പോക്സോ നിയമപ്രകാരം അത് ലൈംഗിക അതിക്രമത്തിന് ഇരയായ ഒരു കുട്ടിയുടെ ഒരു വിവരങ്ങളും പുറത്തുവിടാൻ പാടില്ല. അതിൻ്റെ സീക്രസി, അതിൻ്റെ രഹസ്യ സ്വഭാവം നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. അപ്പം അതാണ് റൈറ്റ് ടു പ്രൈവസി എന്നൊരു ഭരണഘടന മൗലിക അവകാശമായിട്ട് പറയുന്നു. ആർട്ടിക്കിൾ 21 തന്നെ വരുന്നതാണ് അല്ലേ, നമ്മുടെ സ്വകാര്യതയ്ക്കുള്ള അവകാശം. അതേപോലെ തന്നെ ഈ ലൈംഗിക അതിക്രമത്തിന് ഇരയായ കുട്ടിയുടെ വിവരങ്ങൾ
ആ ഇൻഫർമേഷൻ അതൊക്കെ രഹസ്യ സ്വഭാവമായിരിക്കണം. അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. ഡിസ്ക്ലോസ് ചെയ്യാം എപ്പോഴാണ്? അൺലെസ് ദി സ്പെഷ്യൽ കോർട്ട് ഹാസ് അലോഡ് ദ ഡിസ്ക്ലോഷർ. കോടതി പറയുകയാണ് ഓക്കെ ഈ ഡീറ്റെയിൽസ് പുറത്ത് വരേണ്ടത് കേസിനെ സഹായിക്കാൻ അത്യന്താപേക്ഷിതമാണ്, എങ്കിൽ ഈ ഡീറ്റെയിൽസ് പുറത്ത് കൊണ്ടുവരൂ, പുറത്ത് വിടൂ എന്ന് പറയുകയാണെങ്കിൽ മാത്രം ചെയ്യാം. അല്ലെങ്കിൽ മാധ്യമങ്ങളുടെയും ബാക്കിയുള്ളവരുടെ ഉത്തരവാദിത്തമാണ് ഇമ്പോസസ് ദ ഡ്യൂട്ടി ടു മെയിൻറ്റെയിൻ ദി ചൈൽഡ് വിക്ടിംസ് ഐഡൻറ്റിറ്റി. കുട്ടിയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതിരിക്കുവാനുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കുമുണ്ട്, മീഡിയയ്ക്കും പ്രത്യേകിച്ച് മീഡിയയ്ക്കുമുണ്ട്. സെക്ഷൻ 23 ക്ലോസ് 2 പറയുന്നു നോക്കും, നോ റിപ്പോർട്ട്സ് ഇൻ എനി മീഡിയ ഷാൽ ഡിസ്ക്ലോസ് ദി ഐഡൻറ്റിറ്റി ഓഫ് ദ ചൈൽഡ് ഇൻക്ലൂഡിംഗ് ഹിസ് നെയിം, അഡ്രസ്, ഫോട്ടോഗ്രാഫ്, family details, school, neighborhood and any other particulars which may lead to the disclosure of the identity of the child. എന്താണ് പറയുന്നത് നോക്കൂ, കുട്ടിയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വിവരവും പുറത്തു വിടാൻ പാടില്ല. കുട്ടിയുടെ ഐഡൻറ്റിറ്റി എന്ന് ഉദ്ദേശിക്കുന്നതകത്ത് എന്താ ഉള്ളത്? കുട്ടിയുടെ പേര്, കുട്ടിയുടെ മേൽവിലാസം, കുട്ടിയുടെ ചിത്രം, കുട്ടിയുടെ കുടുംബക്കാരുടെ അവരുടെ വിവരങ്ങൾ, കുട്ടി പഠിക്കുന്ന സ്കൂള്, കുട്ടിയുടെ അയൽക്കാരുടെ അല്ലെ അയൽവാസികളുടെ ഒന്നും അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, കുട്ടിയുമായി ഏത് വിധേനയും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിവരവും പുറത്തു വിടാനായിട്ട് അല്ലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ് സെക്ഷൻ 23 ക്ലോസ് 2. വിസ്മേൽ എന്താണ്? കുട്ടിയുടെ ഏതൊരു വിവരവും ആ വിവരം കുട്ടിയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരമാണെങ്കിൽ അതൊരിക്കലും റിപ്പോർട്ട് ചെയ്യരുത് എന്ന് പ്രത്യേകം നിഷ്കർഷിക്കുന്നു സെക്ഷൻ 23 ക്ലോസ് 2. പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു സെക്ഷനാണ്, ഓർത്തിരിക്കേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഈ ആക്ടിൽ ഓർക്കേണ്ട പ്രധാനമായ ഒരു സെക്ഷൻ. മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ജെൻഡർ ന്യൂട്രൽ പ്രൊവിഷൻസ് ആണ്. നോക്കൂ, പോക്സോ ആക്ട് കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ എന്ന് പറയുമ്പോഴും അവിടെ എന്താണ്? പെൺകുട്ടികൾ മാത്രമെന്നല്ല, ജെൻഡർ ന്യൂട്രലാണ്. ആൺകുട്ടികളെയും പെൺകുട്ടികളെയുമാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ ചില ആക്ടുകളുണ്ടാവും അല്ലേ, ഇപ്പം സെക്ഷൽ ഹറാസ്മെൻറ്റ് അറ്റ് വിമൻ അറ്റ് വർക്ക് പ്ലേസ്, പ്രൊഹിബിഷൻ ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് അല്ലേ, പ്രിവെൻഷൻ ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് പറയും, പ്രൊഹിബിഷൻ ഓഫ് ഡൗറി ആക്ട് എന്നൊക്കെ പറയും അല്ലേ. അതിലൊക്കെ സ്ത്രീകളെ അഡ്രസ്സ് ചെയ്തിട്ടാണ് ആ നിയമം വരുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ജെൻഡർ വ്യത്യാസവുമില്ല. സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് മാത്രം ഈ നിയമമൊന്നുമില്ല, ആൺകുട്ടികൾക്ക് മാത്രം ഈ നിയമമൊന്നുമില്ല. ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷനും ഇല്ലാത്ത ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ളൊരു നിയമമാണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരാം, ഐഡൻറ്റിഫൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട് ഈസ് എ ജെൻഡർ ന്യൂട്രൽ ലോ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ PDV ഇതേപോലെ ഓപ്ഷൻസ് ഒക്കെ തരികയാണെങ്കിൽ, അങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് എഴുതുക. പോക്സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാം. എന്താണെന്ന് പറയുന്നു നോക്കൂ. The glaring feature of the POCSO Act is that it does not create any distinction between victim and perpetrators on the basis of their genders. എന്ന് വെച്ചാൽ കുറ്റം ചെയ്യുന്നതാണെങ്കിൽ ഇപ്പം ലൈംഗിക അതിക്രമം ഇപ്പോൾ ഒരു സ്ത്രീയാണ് പെൺകുട്ടികളെടുത്തോ ആൺകുട്ടികളെടുത്തോ കുട്ടികളോട് കാണിക്കുന്നതെങ്കിലോ പുരുഷനാണ് കുട്ടികളോട് കാണിക്കുന്നത്, അതിലും വ്യത്യാസമൊന്നുമില്ല. ഒരു സ്ത്രീയാണ് ലൈംഗിക അതിക്രമം ഒരു പെൺകുട്ടിയുടെ നേരെയോ ആൺകുട്ടിയുടെ നേരെയോ കാണിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു പ്രത്യേക പരിഗണന, സ്ത്രീകളുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല, അങ്ങനെ ഒരു കാര്യവുമില്ല. ഇരകളായാലും കുറ്റം ചെയ്തവരായാലും അതിൽ യാതൊരുവിധ ലിംഗവിവേചനവുമില്ലാതെ ഡീൽ ചെയ്യുന്ന ആക്റ്റാണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. ദിസ് ഓവർകംസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഷോർട്ട് കമ്മിങ്സ് ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് പ്രൊവിഷൻ. ഇന്ത്യൻ പീനൽ കോഡ് പ്രൊവിഷൻ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇത് സ്ത്രീകളെ അതിൽ ബാധിക്കില്ല. സ്ത്രീകൾ ഇരകളായി വരെയാണെങ്കിൽ ഇപ്പം അവർക്ക് റേപ്പ് ചെയ്യപ്പെടുന്നവരൊക്കെ ആ പ്രൊവിഷൻസൊക്കെ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകളുടെ സംരക്ഷണത്തിനാണ് നിൽക്കുന്നത്. അതേസമയം ആൺകുട്ടികളുടെ കാര്യം അതിൽ പറയുന്നുമില്ല. അങ്ങനെ വരുമ്പോൾ തന്നെയാണ് ജെൻഡർ ന്യൂട്രൽ പ്രൊവിഷനായിട്ട് ഈ പോക്സോ ആക്ട് വരുന്നത്. അപ്പം ഡെഫിനിഷൻ ഓഫ് ചൈൽഡ് എന്ന് ഇതിലൊരു ഭാഗമാണ്. ചൈൽഡ് എന്നേ പറഞ്ഞുള്ളൂ, ഗേൾ, മെയിൽ ചൈൽഡ്, ഫീമെയിൽ ചൈൽഡ് എന്നൊരു വ്യത്യാസമില്ല. നോക്കൂ, ദ ഡെഫിനിഷൻ ഓഫ് ചൈൽഡ് ഇൻക്ലൂഡ്സ് എനിവൺ ബിലോ 18 years of age and in several cases the courts have even convicted women for engaging in sexual abuse incident. സ്ത്രീകളെ പോലും ശിക്ഷിക്കുന്ന രീതിയിലുള്ള
കോടതി വിധികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ നോക്കുമ്പോൾ 18 വയസ്സിന് താഴെയുള്ള എല്ലാവരും കുട്ടികളായി കാണണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം പല നിയമങ്ങളും അറിയാം. 18 വയസ്സിന് താഴെ ഇതെന്താണ് എല്ലാവരും 18 വയസ്സിന് താഴെ എന്ന് പറയാൻ എന്താണ് കാരണമെന്നറിയോ? കാരണം ആ UN കൺവെൻഷൻ തന്നെയാണ്. UN കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ചൈൽഡ് പറയുന്നു 18 വയസ്സിന് താഴെയുള്ള എല്ലാവരും കുട്ടികളാണ് എന്നാണ് പറയുന്നത്. 18 വയസ്സിന് താഴെയുള്ള എല്ലാവരും കുട്ടികളാണെന്നാണ് UN കൺവെൻഷൻ പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ നിയമങ്ങളിലൊക്കെ, ഇന്ത്യ അതിൽ ഒരു അംഗമായതിനാൽ ഇന്ത്യൻ നിയമങ്ങളിലൊക്കെ കുട്ടികളെ ഡിഫൈൻ ചെയ്യുമ്പോൾ എന്താണ് ചൈൽഡ് ബിലോ 18 ഇയേഴ്സ് ഓഫ് ഏജ് എന്നും പറയുന്നു. അപ്പോൾ ജെൻഡർ ന്യൂട്രൽ പ്രൊവിഷൻസ് ആൻഡ് ചൈൽഡ് ബിലോ 18 ഇയേഴ്സ് ഓഫ് ഏജ് നോക്കൂ, അതാണ് ഡെഫിനിഷൻ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എന്താ ഉള്ളത്? മാൻഡേറ്ററി റിപ്പോർട്ടിംഗ് ഓഫ് ചൈൽഡ് അബ്യൂസ് കേസസ് എന്ന് പറയും. മാൻഡേറ്ററി റിപ്പോർട്ടിംഗ് ഓഫ് ചൈൽഡ് അബ്യൂസ് കേസസ് നോക്കൂ. സെക്ഷൽ അബ്യൂസസ് കേസസ് ഹാപ്പൻ ബിഹൈൻഡ് ദ ക്ലോസ്ഡ് ഡോർസ് ആൻഡ് എൽഡേഴ്സ് അറ്റംപ്റ്റ് ടു ഹൈഡ് these incidents due to the stigma that it is attached to these crimes. Consequently, for the proper implementation of the POCSO Act, reporting of these incidents by the third parties who have the knowledge or apprehension of such offences has been made mandatory by virtue of section 19 to 20 of POCSO Act. Okay, അപ്പോൾ എന്താണ് പറയുന്നത്? നിർബന്ധമായിട്ടും കുട്ടികൾക്ക് നേരെ ഒരു ലൈംഗിക അതിക്രമത്തെ പറ്റി നിങ്ങൾക്കൊരു വിവരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും നിങ്ങൾ ഈ കേസ് ഇങ്ങനത്തെ അതിക്രമത്തെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നിർബന്ധമായും ചെയ്യണം. ഇപ്പോൾ പൊതുവേ ചില ഇൻസിഡൻസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മാതാപിതാക്കൾ അവരുടെ ബന്ധുക്കളിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇത് കുട്ടി ഇങ്ങനെ മാതാപിതാക്കളുടെ അടുത്ത് പറയുമ്പോൾ തന്നെ, അച്ഛനമ്മയുടെ അടുത്തൊക്കെ പറയുമ്പോൾ തന്നെ, മാമൻ സ്നേഹിച്ചതാ, അങ്ങനെയൊക്കെ പറയുന്ന പ്രവണതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒരു പൊതുപ്രവർത്തകനാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഈ കുട്ടിയെ ഇങ്ങനെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്കൊരറിവ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ വീട്ടിലെ ഒരു സ്റ്റിഗ്മ, കുടുംബത്തിന് സൽപ്പേര് പോവുക എന്നാൽ കുട്ടിയുടെ ആരോഗ്യമോ കുട്ടിയുടെ അവകാശങ്ങളെയോ പറ്റിയൊന്നും നോക്കില്ല, കുടുംബത്തിൻ്റെ സൽപ്പേരെന്ന് പറഞ്ഞേക്കും. അങ്ങനെ കുട്ടി നിശബ്ദമായി അനുഭവിച്ചു വരുന്ന എത്രയോ കുട്ടികൾ വലുതാവുമ്പോൾ തന്നെ അവർക്കുണ്ടാകുന്ന ട്രോമാസ് എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ഒരു അറിവ് കിട്ടുമ്പോൾ തന്നെ ഇതിനെ പറയാനുള്ള അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള ബാധ്യസ്ഥത ആർക്കുണ്ട്? ഈ അറിവ് കിട്ടുന്ന എല്ലാവർക്കും ഉണ്ട്. പിന്നെ എന്താണുള്ളത് നോക്കാം. ആൻഡ് ദീസ് ലോസ് ഹാവ് ബീൻ മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് അസംഷൻ ദാറ്റ് ചിൽഡ്രൻ ആർ വൾണറബിൾ ആൻഡ് ഹെൽപ്ലെസ് ആൻഡ് സൊസൈറ്റി ഹാസ് ദ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ദ ചിൽഡ്രൻ. കുട്ടികൾ എന്താണ്? ബാലരാണ്. അത് ബലം അത്ര ഒന്ന് റെസ്പോണ്ട് ചെയ്യാനായിട്ടൊക്കെയുള്ള ഒരു കഴിവ് കുട്ടികൾക്ക് അത്രയുമില്ല. അതുകൊണ്ട് സമൂഹത്തിൻ്റെ ഒരു ബാധ്യതയാണ് കുട്ടികളുടെ എല്ലാ കാര്യങ്ങളിലും കുട്ടികൾക്ക് സംരക്ഷണം നൽകുക എന്ന് പറയുന്നത്. ദീസ് ലോസ് ഹാവ് ബീൻ മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് അസംഷൻ ദാറ്റ് ദ ചിൽഡ്രൻ ആർ വൾണറബിൾ ആൻഡ് ഹെൽപ്ലെസ് ആൻഡ് സൊസൈറ്റി ഹാസ് ദ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ചിൽഡ്രൻ. അപ്പോൾ എന്താണ് ഈ പോക്സോ ആക്ടിൻ്റെ എല്ലാ ഉദ്ദേശം എന്താണ്, കാതലായ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. മാത്രമല്ല ഇപ്പോൾ 23 നമ്മൾ കണ്ടു, സെക്ഷൻ 23 കണ്ടു. മാത്രമല്ല ചൈൽഡ് ഫ്രണ്ട്ലി ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രയലാണ് സെക്ഷൻ 24, 26 ആൻഡ് 33 ഓഫ് ദ പോക്സോ ആക്ട് ലേ ഡൗൺ ദി പ്രൊസീജിയർ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രയൽ വിച്ച് ഹാസ് ബീൻ ഫോർമുലേറ്റഡ് കീപ്പിംഗ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദി ചൈൽഡ്. എന്താണ് ഇപ്പോൾ കുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം, അപ്പോൾ ഒരു കേസ് അന്വേഷിക്കാൻ പറയുമല്ലോ, പോലീസ് വീട്ടിൽ വരും, ചോദ്യം ചെയ്യും. അപ്പോൾ ആകെപ്പാട് ഒരു വലിയൊരു സീനാണ് അല്ലേ? ആകെ ബഹളം, നമുക്കൊരു പേടിയാവും, എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ പ്രശ്നമാവുന്നൊരു പേടിയാവും. അപ്പം നമുക്കേ ഇങ്ങനെ പേടിയുള്ളവരുണ്ടാവും, പേടിയില്ലാത്തവർ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പം പേടിയുള്ളവരുള്ളപ്പോൾ എന്താ ചെയ്യുക? കുട്ടികളുടെ കാര്യം അപ്പം അതിനെക്കാട്ടി ഭീകരമായിരിക്കും. ടി വിയിലൊക്കെ നമ്മൾ എന്താ കുട്ടികൾ ആഹാരം കൊടുക്കുമ്പോൾ പറയാറില്ലേ, ആഹാരം കഴിച്ചില്ലേ പോലീസ് മാമനെ വിളിക്കും, പോലീസ് മാമനെ പിടിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് നിൽക്കുമ്പോൾ കുട്ടികൾക്കും ഒരു പോലീസിനെയൊക്കെ ഒരു ഭയമാകുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴെന്താ ചെയ്യാം? കുട്ടികൾക്ക് നേരെ ചൈൽഡ് ഫ്രണ്ട്ലി ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രയലാണ്. അപ്പോൾ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താനായിട്ട് പോകുമ്പോൾ, കുട്ടിയെ കാണാനായിട്ട് ഈ പോലീസ് ഓഫീസേഴ്സ് പോകുമ്പോൾ
എന്താണ് അവർ സിവിൽ ഡ്രസ്സിൽ പോകണമെന്നാണ്. ഈ സ്റ്റേഷനിൻ്റെ ആഡംബരത്തിലൂടെ ഒന്ന് ഡെക്കറേഷനൊക്കെ ഇട്ട് ആ നിലവിളി ശബ്ദമൊക്കെ ഇട്ടൊന്നും വരേണ്ട കാര്യമില്ല. സമാധാനമായി ശാന്തമായി കുട്ടികൾക്കും സ്വതന്ത്രമായി പറയുവാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് ഏറ്റവും നിർണായകമാണ് പോക്സോ കേസുമായിട്ട് സംബന്ധിച്ച്. അപ്പം അങ്ങനെ വരുമ്പോഴെന്താണ് സെക്ഷൻ 24, 26, 33 പ്രകാരം ഒരു ചൈൽഡ് ഫ്രണ്ട്ലി ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. ആൻഡ് ദ പ്രൊസീജിയർ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രയൽ വിച്ച് ഹാസ് ബീൻ ഫോർമുലേറ്റഡ് കീപ്പിംഗ് ഇൻ മൈൻഡ് ദ നീഡ്സ് ഓഫ് ദ ചൈൽഡ്. ഇപ്പോൾ കുട്ടികൾക്ക് ആ സമയത്ത് പല കാര്യങ്ങൾ, ഇപ്പോൾ എല്ലാം അതേപോലെ പറയണമെന്നില്ല. ചിലപ്പോൾ കുട്ടിയെ പെട്ടെന്ന് മനസ്സ് വ്യതിചലിക്കും, ആ സമയത്ത് കളിക്കാനോ കളിപ്പാട്ടക്കാരൻ്റെ പുറകെയൊക്കെ പോവും. അപ്പം കുട്ടികളെ എൻഗേജ് ചെയ്ത് നിന്ന് അത്രയും ഒരു സമാധാനത്തോടുകൂടി ഓരോന്ന് ചോദിച്ച് മനസ്സിലാക്കി മൊഴി രേഖപ്പെടുത്തണം. അതുകൊണ്ടാണ് ചൈൽഡ് ഫ്രണ്ട്ലി ഇൻവെസ്റ്റിഗേഷനാണ് ഈ പോക്സോ നിയമപ്രകാരം നടക്കുന്നത്. പ്രത്യേകം ഓർത്തു വയ്ക്കുക. അപ്പം എന്തൊക്കെയാണ് ഈ ചൈൽഡ് ഫ്രണ്ട്ലി കാര്യങ്ങളെന്ന് പറയുന്നത്? നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. The statement of the child is to be recorded at his or her place of residence and generally by a women police officer എന്നാണ് പറയുന്നത്. നോക്കൂ, ഇപ്പം എന്താണ്, ഒരു കുട്ടിയുടെ മൊഴിയെടുക്കാൻ കുട്ടിയെ സ്റ്റേഷനിലോട്ട് വിളിച്ചു വരുത്താൻ പാടില്ല എന്ന് പ്രത്യേകം ഓർക്കുക. പിന്നെ പോലീസുകാർ അവരുടെ സിവിൽ ഡ്രസ്സിൽ എന്താണ്, ദ ഓഫീസർ who's to record the statement of child should not be wearing an uniform. യൂണിഫോം അല്ലാതെ സിവിൽ ഡ്രസ്സിൽ കുട്ടിയുടെ വീട്ടിലേക്ക് പോയി, അത് സബ് ഇൻസ്പെക്ടറിൻ്റെ താഴെ ആകാത്തത്, സബ് ഇൻസ്പെക്ടറിൽ കുറയാത്ത റാങ്കുള്ള ഒരു പോലീസ് ഒഫീഷ്യലായിരിക്കണം. ജനറലി പ്രിഫറബിളി വനിതാ ഓഫീസേഴ്സ് ആയിരിക്കണമെന്ന് പറയുന്നു. അപ്പോൾ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താനായിട്ട് സിവിൽ ഡ്രസ്സിലും പ്രിഫറബിളി ജനറലി വിമൻ പോലീസ് ഓഫീസറാണ്, അല്ലെങ്കിൽ നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് സബ് ഇൻസ്പെക്ടർ, SI റാങ്കിന് താഴെ അല്ലാത്ത ഓഫീസർമാരായിരിക്കണം അവിടെ പോയിട്ട് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുവാൻ. ആ സമയത്ത് യൂണിഫോമൊന്നും ധരിച്ചുകൊണ്ട് കുട്ടിയുടെ നേരെ കയറി ചെല്ലരുത്. കുട്ടി ഭീതി വരാനായിട്ടൊക്കെ സാധ്യതകളുണ്ട്. പിന്നെ the officer should ensure that child does not come in contact with the accused during the examination. ഈ സമയത്ത് കുട്ടിയെ മൊഴിയെടുക്കുന്ന നേരത്ത് എന്താണ്, കുട്ടിയെ പീഡിപ്പിച്ചത്, കുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം ചെയ്ത് കുറ്റാരോപിതനായിട്ട് എന്താണ് ഒരു വിധത്തിലുള്ള ബന്ധവും വരാതെ നോക്കണം. എന്താണ് ഒരു വിധത്തിൽ ഇപ്പോൾ കേസ് നടക്കുന്ന സമയത്താൽ കേസ് പോകുന്നതിന് മുമ്പായാലും ഒത്തുതീർപ്പിൻ്റെ ഭാഷയിൽ വരികയാണെങ്കിൽ കൂടിയും അയാളെ കുട്ടിയുടെ അടുത്തേക്ക് ഒരു വിധത്തിലും അടുപ്പിക്കാതിരിക്കുക എന്ന് പ്രത്യേകം നോക്കേണ്ട ചുമതല ഈ ഓഫീസറിനാണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല, എ ചൈൽഡ് ഈസ് നോട്ട് ടു ബി ഡീറ്റെയിൻ ഇൻ ദ പോലീസ് സ്റ്റേഷൻ അറ്റ് നൈറ്റ്. അപ്പം കുട്ടിയെ എന്താണ്, കുട്ടി നമുക്ക് സ്റ്റേഷനിൽ പോവാം. ഇപ്പം വീട്ടിലുള്ള ഒരാളാണ് കുട്ടി എങ്ങനെ ചെയ്തെങ്കിൽ ആ കുറ്റാരോപിതനെ ആദ്യമേ പിടിച്ച് അറസ്റ്റ് ചെയ്യുകയാണ്, കൊണ്ടുപോയാൽ മാറ്റി നിർത്തി ജയിലിലൂടെ സ്റ്റേഷനിൽ വെക്കുകയോ ചെയ്യണം. അപ്പം കുട്ടിക്ക് അങ്ങനെ ഒരു അന്തരീക്ഷം, കുട്ടി ഒരു കാരണവശാലും ജയിലിൽ കൊണ്ടുപോകരുത്, സ്റ്റേഷനിൽ കൊണ്ടുപോകരുത്. ഒരു രാത്രി മുഴുവൻ കുട്ടിയെ ഒരു പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ നിർത്താനും പാടില്ല എന്ന് പറയുന്നു ഈ പോക്സോ ആക്ട്. മാത്രമല്ല, കുട്ടിയുടെ ഐഡന്റിറ്റി ഒരിക്കലും വെളിപ്പെടരുത് എന്ന് ഉറപ്പാക്കേണ്ട ചുമതലയും ഈ അന്വേഷിക്കുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിനായിരിക്കും. അപ്പം എത്ര റെസ്പോൺസിബിൾ ആയിരിക്കണം ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഇൻ റിഗാർഡിംഗ് ടു പോക്സോ എന്ന് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. യൂണിഫോമിലാവാൻ പാടില്ല. അക്യൂസ്ഡുമായിട്ട് കുറ്റാരോപിതൻ എന്നാണ് പറയുന്നത്. കുറ്റക്കാരനും കുറ്റാരോപിതനും വ്യത്യാസം. ഒരു കേസ് കോടതിയിൽ വരുമ്പോൾ ഒരു കുറ്റം ചെയ്ത ആളെ കോടതി കണക്കാക്കുന്നത് കുറ്റാരോപിതൻ, അക്യൂസ്ഡ് എന്ന് പറയും. കോടതി ഇയാൾ കുറ്റക്കാരനാണെന്ന് വിധി പറയുകയാണെങ്കിൽ അക്യൂസ്ഡ് ആരാവും? കൺവിക്റ്റ് ആവും. ഇയാൾ കുറ്റക്കാരനാണെന്ന് ഉറപ്പുവരും. അപ്പം അക്യൂസ്ഡും കൺവിക്റ്റും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പം അതിൻ്റെ ഭാഗമാണ് അക്യൂസ്ഡ് എന്ന് പറയും, കുറ്റാരോപിതൻ. നോക്കൂ, ഡ്യൂറിങ് ദി എക്സാം കുട്ടിയും ഒരു വിധത്തിലും ആ കുറ്റാരോപിതനുമായിട്ട് ഒരു വിധത്തിലുള്ള ഒരു കണക്ഷൻ, അടുത്ത് വരാനുള്ള സാഹചര്യം ഒന്നും സൃഷ്ടിക്കരുത്, അതിന് സ്പേസ് കൊടുക്കുകയേ ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത്. ആൻഡ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ചൈൽഡ് ഈസ് ടു ബി റെക്കോർഡഡ് ഇൻ ദ പ്രസൻസ് ഓഫ് എ പേഴ്സൺ ഇൻ ഹൂം ദ ചൈൽഡ് ഹാസ് ട്രസ്റ്റ്, ഫോർ എക്സാമ്പിൾ ദെയർ പാരൻസ്. നോക്കും, ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് ഈ ഓഫീസർ അല്ലാതെ കുട്ടിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു അംഗം
കുട്ടിക്ക് അത്രയും വിശ്വാസവും കുട്ടിക്ക് അത്രയും സ്നേഹവുമുള്ള ഒരാൾ കുട്ടിയുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കുമ്പോൾ കുട്ടി കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. പരിചയമില്ലാത്ത കുറേ പേരൊന്നും ചോദ്യം ചെയ്താലോ കുട്ടിക്ക് അത് ചിലപ്പോൾ എല്ലാം പറയണമെന്നില്ല. അപ്പോൾ കുട്ടിക്ക് അഷുറൻസ് കൊടുക്കാനായിട്ട് കുട്ടിക്ക് അത്രമേൽ സ്നേഹവും അത്രമേൽ വിശ്വാസവുമുള്ള ഒരാൾ കുട്ടിയുടെ അടുത്തുണ്ടായിരിക്കണം. പ്രിഫറബിളി അത് രക്ഷകർത്താക്കളായിരിക്കും. പക്ഷേ ചില ഇടങ്ങളിൽ രക്ഷകർത്താക്കളും ഇതിൽ പ്രതിയായി വരുന്ന സാഹചര്യങ്ങളിൽ കുട്ടിയുടെ വേറെ അടുത്ത ബന്ധുക്കളോ അല്ലെ ചൈൽഡ് ലൈനിലുള്ളവരോ അവരൊക്കെ വരാറുണ്ട്. The statement of the child is to be recorded by a audio, video, electronic means. കുട്ടി പറയുന്ന മൊഴി എന്താണ് അത് ഓഡിയോ വീഡിയോ എന്ന രീതിയിൽ വീഡിയോ ചിത്രീകരിക്കുകയോ അല്ലെ ഓഡിയോ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. The assistance of the translators or interpreters should be taken wherever necessary. എന്തെന്നറിയോ, കുട്ടി പറയുന്ന എല്ലാം മനസ്സിലാവണമെന്നില്ല. എന്താണ് മാവൻ എന്നെ ഇവിടെ തൊട്ടു, അപ്പോൾ കുട്ടിക്ക് അങ്ങനെ പറയരുത്, വേറൊരു പേരിടും. നമ്മുടെ ജെനിറ്റൽ ഓർഗൻസിന് കുട്ടിക്ക് അത് അതേപോലെ പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് തന്നെ ഒരു നാണക്കേടുള്ള ഒരു സമൂഹത്തിലാണ്. അപ്പോൾ കുട്ടിക്ക് പറയണം ഇന്ന ലൈംഗിക അവയവം ഇന്നതാണ് പേര്, ഇന്നതാണ് ഇതിനെ വിളിക്കുന്നത്, ലിംഗം എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ യോനി എന്ന് വിളിക്കുന്നു എന്ന് പറയുന്നു. അതെന്തൊക്കെയാണ് നിങ്ങളുടെ ലൈംഗിക അവയവങ്ങളെന്നും എന്തൊക്കെയാണ് പക്ഷേ ചില കുട്ടികളുണ്ട്. ഇപ്പോൾ 4 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ എന്ത് പറഞ്ഞു കൊടുക്കും നിങ്ങൾ വിചാരിക്കും. അപ്പം അങ്ങനെ അവർക്ക് എന്ത് ചെയ്തു, എവിടെ തൊട്ടു എന്നൊക്കെ കുട്ടിക്കത് പറയാൻ സാധിക്കുകയില്ല. ആ സമയത്ത് കുട്ടിയിൽ നിന്ന് അത് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് ദ അസിസ്റ്റൻസ് ഓഫ് ദ ട്രാൻസ്ലേറ്റേഴ്സ് ഓർ ഇൻ്റർപ്രറ്റേഴ്സ് ഷുഡ് ബി ടേക്കൺ വെയർ എവർ നെസസറി എന്നാണ് പറയുന്നത്. അതിനുള്ള അസിസ്റ്റൻസ്, അവരെ സഹായിക്കാനുള്ള അസിസ്റ്റൻസ്, കുട്ടിയുടെ മൊഴി കറക്റ്റായിട്ട് രേഖപ്പെടുത്തുവാനായിട്ടുള്ള കുട്ടിയുടെ മൊഴി എന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാനും ഇൻ്റർപ്രറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സഹായവും എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ എടുക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. Frequent breaks are to be allowed during the trial. The special court has to ensure the child is not called to repeatedly testify in the trial court. Aggressive question of the child is not permitted during the trial. ഇപ്പോൾ കുട്ടിയുടെ മൊഴി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇപ്പോൾ കുറേ പേരെ ഇപ്പോൾ ED ഒക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ 7 മണിക്കൂർ തുടർച്ചയായി ചോദ്യം ചെയ്തു, 13 മണിക്കൂർ തുടർച്ചയായി ചോദ്യം ചെയ്തു. അങ്ങനെയൊന്നും കുട്ടികളെ നേരെ ചോദ്യം ചെയ്യരുത്, കുട്ടികളെ മൊഴി എടുപ്പിക്കരുത്. കുട്ടിക്ക് സഫീഷ്യൻറ്റ് ബ്രേക്ക് കൊടുക്കാനും ഒന്ന് സമാധാനത്തോടുകൂടി കുട്ടിക്ക് കാര്യങ്ങൾ പറയാനൊക്കെയുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. പിന്നെ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ കോടതിയിൽ വരണം. കോടതിയിൽ മൊഴി രേഖപ്പെടുത്താനായിട്ട് കുട്ടികൾ വരാറുണ്ട് അല്ലേ. ആ സമയം എന്താണ് അത് എപ്പോഴും കോടതി ഇങ്ങനെ ഇനിയും മൊഴിയെടുക്കാനുണ്ട്, ഇനിയും ക്രോസ് വിസ്താരം ചെയ്യാൻ, കുട്ടികളിൽ ഇനിയും ചോദിച്ച് മനസ്സിലാക്കാനുണ്ടെന്ന് പറഞ്ഞ് ഒന്നിൽ കൂടുതൽ തവണയൊന്നും കുട്ടികളെ മൊഴി നൽകാനായി ട്രയൽ കോർട്ടിൽ കൊണ്ടുവരരുത്, അതിനുള്ള സാഹചര്യം ഒരുക്കരുത് എന്ന് കോടതി അല്ലെങ്കിൽ നിയമം പ്രത്യേകം നിഷ്കർഷിക്കുന്നു. മാത്രമല്ല കുട്ടിക്ക് നേരെ അഗ്രസീവായ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ പാടില്ല. കോടതി നടപടികളുടെ സമയത്ത് കുട്ടിയുടെ ക്രോസ് എക്സാമിനേഷൻ കുട്ടിയെടുത്ത് ചോദിക്കുകയാണ്, അത് വളരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലും അഗ്രവേറ്റഡ് ആയ രീതിയിൽ വഴക്ക് പറഞ്ഞിട്ട് കള്ളം പറഞ്ഞാൽ ദൈവം കണ്ണുകുത്തി പൊട്ടിക്കും, ഇങ്ങനെ പറയരുത് എന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ ഭീതിപ്പെടുത്തുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതൊന്നും അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതൊന്നും ഇസ് നോട്ട് പെർമിറ്റഡ് ഡ്യൂറിങ് ദ ട്രയൽ എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. നോക്കൂ, നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കണം. പോക്സോയെക്കുറിച്ചുള്ള അവബോധം ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും പോക്സോ ആക്ടിൻ്റെ പ്രധാനമായ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ അത് ഉണ്ടാകും. അതോടൊപ്പം തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു ജീവിതമൊക്കെ നിങ്ങൾക്ക് ലൈഫുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സാഹചര്യവുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിൽക്കും. പ്രത്യേകിച്ചൊന്നും നോക്കേണ്ടി വരില്ല. പോക്സോ സംബന്ധമായ ലോയൊന്നും പ്രത്യേകിച്ച് നോക്കേണ്ടി വരില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഓവർവ്യൂ ഓഫ് ദ പോക്സോ ആക്ട് എന്നാണ് നോക്കും. എന്താണ് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ കാര്യങ്ങൾ പോക്സോ ആക്ടിലെ പ്രധാനമായ സവിശേഷമായ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. ഇനി പോക്സോ ആക്ടിൽ എല്ലാം ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓവർവ്യൂ ഓഫ് ദ പോക്സോ ആക്ട് 2012 അത് നോക്കൂ. 46 സെക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതോടൊപ്പം 9 അധ്യായങ്ങൾ 9 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഡീലിംഗ് വിത്ത് ഒഫൻസസ്, പണിഷ്മെന്റ് ആൻഡ് പ്രൊസീജിയർ, കുറ്റങ്ങളേവ, അതിനുള്ള ശിക്ഷകളേവ, പിന്നെ അതിനുള്ള നടപടിക്രമങ്ങളേവ എന്ന് പറയുന്നതാണ് ഈ ഓവർവ്യൂ 9 ചാപ്റ്ററുകളായിട്ട് ഈ പോക്സോ ആക്ടിൽ നിലനിൽക്കുന്നത്. പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, നമ്മൾ ഇനി നിയമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സെക്ഷനിലേക്ക് പോവുകയാണ്. പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറയും ഈ വാക്ക് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കണം.
ഓരോ വാക്കും ഓരോന്നിനും ഓരോ അർത്ഥത്തിലാണ് നിയമം ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ ഡിഫൈൻസ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ആൻഡ് സെക്ഷൻ 4 lays down the punishment which was made more stringent by the 2019 amendment. നോക്കൂ, അഗ്രവേറ്റഡ് എന്ന് പറഞ്ഞാൽ 2019 അമെൻമെന്റിലാണ് വധശിക്ഷ എന്ന കാര്യം ഉൾപ്പെടുത്തിയത്. അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യാം, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, നമ്മൾ കാണും അത്. അപ്പോൾ സെക്ഷൻ 3 പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ഡിഫൈൻ ചെയ്തത്. എന്താണ് ഡെഫിനിഷൻ ഒന്നും ചോദിക്കാനുള്ള സാധ്യതകൾ വിരളമാണ്. സെക്ഷൻ 4 എന്ന് പറയുന്നത് പണിഷ്മെന്റ്, പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനുള്ള പണിഷ്മെന്റ് ആണ് സെക്ഷൻ 4 പറയുന്നത്. അത് 2019 അത് സ്ട്രിഞ്ച് കുറച്ചും കൂടി കടുത്ത ശിക്ഷയായിട്ട് അത് ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, അതിക്രൂരമായ അതിഭീകരമായ പ്രവേശിത ലൈംഗിക അതിക്രമം എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ എന്താണ്, സെക്ഷൻ 5 അഗ്രവേറ്റഡ് പറയുന്നത്. പെനട്രേറ്റീവ് 3, പെനട്രേറ്റീവിനുള്ള ശിക്ഷ 4, അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് എന്ന് പറയുന്നത് സെക്ഷൻ 5, പ്രവേശിത ലൈംഗിക അതിക്രമം. അതിന് 6 ഡെഫിനിഷൻസ് ഉണ്ട്. പ്രത്യേകിച്ചായിട്ട് ഒരാൾ അയാളുടെ ലൈംഗിക അവയവങ്ങൾ കൊണ്ട്, ലിംഗം കൊണ്ടോ മറ്റേതെങ്കിലും വസ്തു കൊണ്ടോ കുട്ടിയുടെ യോനിയിലോ കുട്ടിയുടെ ലിംഗത്തിലോ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്പർശിക്കുകയോ അത് തള്ളിക്കയറ്റുകയോ ഒക്കെ ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഡെഫിനിഷൻ പോകുന്നത്. അപ്പം അത് എപ്പോഴും എടുത്ത് പറയേണ്ടതായിട്ട് വരുന്നില്ല, കാരണം അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുമ്പോൾ നമുക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിത് കാണും, തീർച്ചയായിട്ടും അതിൽ കാണും. അപ്പം എന്താണ് ആ സെക്ഷനിൽ, നിങ്ങൾ ഓർക്കേണ്ട ഇത്രയേ ഉള്ളൂ, എന്താണ് ആ സെക്ഷനിലുള്ള പ്രധാനമായ വകുപ്പ്, എന്താണ് അത് അഡ്രസ്സ് ചെയ്യുന്ന കാര്യം മാത്രം നിങ്ങൾ നോക്കി വയ്ക്കാം. അപ്പോൾ സെക്ഷൻ 5 നോക്കൂ, അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് പറയുന്ന സെക്ഷൻ 5. അതിൽ പറയുന്നത് എക്സാമ്പിൾ, പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ഓൺ എ ചൈൽഡ് by a police officer within the vicinity of a police station, by armed forces within the limits of the area, by a public servant, by a staff of jails, hospitals or educational institutions are considered aggravated penetrative sexual assault. Aggravated penetrative sexual assault നെ ഡിഫൈൻ ചെയ്യുന്നത് നോക്കൂ, അത് സാധാരണ മനുഷ്യർക്ക് സെക്ഷൻ 4 അതൊക്കെ ഉണ്ട്, 5 ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഒരു പോലീസ് ഓഫീസറോ, ഒരു ആർമിയിലുള്ള ആരെങ്കിലുമോ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ, ഒരു ജയിൽ സ്റ്റാഫോ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാലയങ്ങളിലെയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയോ ആശുപത്രികളിലെയോ സ്റ്റാഫുകളോ, അവരിലൂടെ ഒരു കുട്ടിക്ക് ഒരു ലൈംഗിക അതിക്രമം നടക്കുകയാണെങ്കിൽ ആ ലൈംഗിക അതിക്രമത്തെ പറയുകയാണ് എന്താണ്, അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറയാം. അപ്പം പോലീസ് ഓഫീസർ വരാം, ആർമി ഉദ്യോഗസ്ഥർ വരാം, പബ്ലിക് സർവൻസ് വരാം, എഡ്യൂക്കേഷണൽ ഹോസ്പിറ്റലിലുള്ള അവിടുത്തെ സ്റ്റാഫ് വരാം, ജയിലിലെ സ്റ്റാഫുകൾക്ക് വരാം. ഇപ്പം ഈ പറയുന്ന ആൾക്കാരൊക്കെ കുട്ടിയെ അതിഭീകരമായ ലൈംഗിക അതിക്രമത്തിൽ, പ്രവേശിത ലൈംഗിക അതിക്രമത്തിലേക്ക് ഇരയാക്കുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. അതിൽ ഈ പറഞ്ഞ സെക്ഷൻ 5 ശിക്ഷ പറയുന്നത് സെക്ഷൻ 6 പ്രധാനമായിട്ട് ഇതിൻ്റെ ശിക്ഷ പറയുന്നത്. സെക്ഷൽ അസോൾട്ട്, നേരത്തെ പ്രവേശിത ലൈംഗിക അതിക്രമം നമ്മൾ കണ്ടു. അഗ്രവേറ്റഡ് ലൈംഗിക അതിക്രമം, പ്രവേശിത ലൈംഗിക എന്താണ് അതിക്രമവും കണ്ടു. ഇത് ലൈംഗിക അതിക്രമം മാത്രം. സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്നത്, അപ്പോൾ ഇത് കറക്റ്റായിട്ട് സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്നത് എന്താ നോക്കും. സെക്ഷൻ 7 ഓഫ് ദി പോക്സോ ആക്ട് ഡിഫൈൻസ് സെക്ഷൽ അസോൾട്ട്. അപ്പോൾ 3 പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, 4 ഇറ്റ്സ് പണിഷ്മെന്റ്, 5 അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, സെക്ഷൻ 6 ഇറ്റ്സ് പണിഷ്മെന്റ് ആൻഡ് സെക്ഷൻ 7 പറയുന്നത് സെക്ഷൽ അസോൾട്ട്. നോക്കും, ഹൂഎവർ വിത്ത് സെക്ഷൽ ഇൻറ്റൻറ്റ്, ഏറ്റവും പ്രധാനമായ ഈ കേസ് നിർണ്ണയ പോക്സോ സംബന്ധമായ കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ വാക്കുകൾ എഴുതി ചേർക്കുന്ന സമയത്ത്, മൊഴിയെടുക്കുന്ന രേഖത്ത്, ചാർജ് ഫയൽ ചെയ്യുന്ന നേരത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വാക്ക് ഹൂഎവർ വിത്ത് സെക്ഷൽ ഇൻറ്റൻറ്റ്, ലൈംഗിക ഉദ്ദേശത്തോടുകൂടി ടച്ചസ് ദ വജൈന, penis, anus, breast of the child or makes the child to touch the vagina, penis, anus or breast of such person or any other person or does any other act with sexual intent which involves physical contact without penetration is said to commit sexual assault. നേരത്തെ പെനട്രേഷൻ എന്ന് പറഞ്ഞ കാര്യം കൂടി ഉണ്ടായിരുന്നു. പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറയും പ്രവേശിത, ഈ ചെയ്യുന്ന ആൾ എന്താണ്,
കുട്ടിയെ തൻ്റെ ലിംഗം കൊണ്ടോ അല്ലെങ്കിൽ സ്ത്രീ ആണെങ്കിൽ ആ രീതിയിൽ ആ കുട്ടിയെ ഉപദ്രവിക്കുകയാണെങ്കിൽ അത് പ്രവേശിത ലൈംഗിക അതിക്രമമെന്ന്. അത് കുട്ടിക്ക് നേരെയോ കുട്ടിയെ കൊണ്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് പെനട്രേറ്റീവ്. ഇതിൽ പെനട്രേഷൻ ഒഴിവായിട്ട് ബാക്കി അറിയാലോ, ലൈംഗിക ഉദ്ദേശത്തോടു കൂടി യോനിയിലോ ലിംഗത്തിലോ ഏനസിലോ ബ്രസ്റ്റിലോ കുട്ടിയെ കൊണ്ട് കുട്ടിയെ തൊടുകയോ ചെയ്യുകയാണെങ്കിൽ സെക്ഷൽ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട or does any other act with sexual intent which involves physical contact without penetration, പ്രവേശിത ലൈംഗിക അതിക്രമം അല്ലാതെ വിത്തൗട്ട് പെനട്രേഷനിൽ കുട്ടി പറയുന്ന കാര്യങ്ങൾ കുട്ടിയെ കൊണ്ടോ കുട്ടിക്ക് നേരെയോ ചെയ്യുകയാണെങ്കിൽ പറയുന്ന എന്താണ്? ഇസ് കമ്മിറ്റഡ് ടു ഹാവ് കമ്മിറ്റഡ് ദറ്റ് സെക്ഷൽ അസോൾട്ട് എന്ന് സെക്ഷൻ 7 പ്രകാരം പറയുന്നു. മനസ്സിലായല്ലോ? അടുത്തത് അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട്. നേരത്തെ അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. ഇനി അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട് നോക്കൂ. സെക്ഷൻ 9ഉം 10ഉം പ്രൊവിഷൻസ് റിഗാർഡിംഗ് അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട് ഓൺ ദ ചൈൽഡ്. ഇപ്പോൾ സെക്ഷൽ അസോൾട്ട് സെക്ഷൻ 7, സെക്ഷൻ 8 will be the punishment. Section 9 and 10 of the POCSO Act deals with the aggravated sexual assault എന്നാണ് പറയുന്നത്. aggravated sexual assault on a child. പിന്നെ നോക്കൂ സെക്ഷുവൽ ഹറാസ്മെൻറ്റ്, ലൈംഗിക പീഡനം എന്ന് പറയും. ഹറാസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പീഡനം എന്നാണ് പറയുന്നത്. അപ്പം അസോൾട്ടും പെനട്രേറ്റീവ് അസോൾട്ടും ഹറാസ്മെൻറ്റും 3, 7, 11 ഈ പറയുന്ന സെക്ഷൻസിലാണ് ഇതൊക്കെ ഡിഫൈൻ ചെയ്യുന്നത്. സെക്ഷൽ ഹറാസ്മെൻറ്റ് ലൈംഗിക പീഡനം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് 6 cases which constitute sexual harassment of a child. കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക പീഡനം എന്ന് പറയുന്നത് 6 കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. നോക്കാം എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നതെന്ന്. ഒന്ന്, ഇഫ് എനിവൺ utters any word or makes any sound or exhibits any object with sexual intent to a child. കുട്ടികൾക്ക് നേരെ വാക്കാലോ അല്ലെങ്കിൽ ശബ്ദം വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് കുട്ടിയെ കാണിക്കുകയോ എന്തോ ലൈംഗിക ഉദ്ദേശത്തോടു കൂടി ഒരു വാക്കോ ഒരു ശബ്ദമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവോ കുട്ടിക്ക് നേരെ കാണിക്കുകയോ പറയുകയോ ചെയ്യുകയാണെങ്കിൽ. 2, if anyone makes a child exhibits his body so that it is seen by the offender or any other person. കുട്ടികളുടെ ശരീരത്തെ പ്രദർശിപ്പിക്കുക, ദാറ്റ് ഇറ്റ് ഈസ് സീൻ ബൈ ദി ഒഫൻഡർ. അപ്പം ഒരാൾ കാണണോ അല്ലെ വേറൊരാളെ കാണിക്കുവാൻ വേണ്ടി ഒരു കുട്ടികളെ നഗ്നമായിട്ട് കുട്ടികളുടെ ശരീരം പ്രദർശിപ്പിക്കുകയോ. 3, if any person shows any child any form or media of pornographic purposes. അശ്ലീല ദൃശ്യങ്ങൾ കുട്ടികളെ കാണിക്കുകയോ. ഒരാൾ ഏത് വ്യക്തിയായാലും എനി ചൈൽഡ് ഓർ എനി ഫോം ഓർ എനി മീഡിയ ഫോർ പോർണോഗ്രാഫിക് പർപ്പസ്, അശ്ലീല ദൃശ്യങ്ങൾ കാണിച്ച് കുട്ടികളെ അതേപോലെയൊക്കെ ചെയ്യിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ, അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകളൊക്കെ ഇഷ്ടം പോലെയാണ് പോക്സോ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നത്. മാത്രമല്ല അടുത്തത്, ഇഫ് എനി വൺ കോൺസ്റ്റൻ്റ്ലി വാച്ചസ് ഓർ സ്റ്റോക്സ് എ ചൈൽഡ് ഡയറക്ട്ലി ഓർ ഓൺലൈൻ. ഒരു കുട്ടിയെ ഓൺലൈൻ മുഖാന്തരമോ ഡയറക്ട്ലിയോ നേരെയോ കുട്ടിയെ എപ്പോഴും സ്റ്റോക്ക് ചെയ്യോ. എന്താണ് സ്റ്റാക്കിംഗ് എന്ന് പറയില്ലേ? കുട്ടിയെ ഫോളോ ചെയ്യും, നമ്മൾ ആരോ ഫോളോ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നൽ വരും, ആരോ തന്നെ പിന്തുടരുന്നതായിട്ട്. അപ്പോൾ കുട്ടിയെ കാണുകയോ പിന്തുടരുകയോ ചെയ്യുകയാണെങ്കിൽ ഈസ് വിത്ത് സെക്ഷൽ ഇൻറ്റൻറ്റ് എന്ന്, ഡയറക്ട്ലി ഓർ ഓൺലൈൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ്, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമും സ്നാപ്ചാറ്റും ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും അല്ലേ? നിങ്ങൾക്കും ഇതേപോലെയൊക്കെ മെസ്സേജുകളൊക്കെ വരാം അല്ലേ? മോളൂസെ ഉറങ്ങുന്നില്ലേ, എന്താ ധരിച്ചിരിക്കുന്നത്, ആരൊക്കെയുണ്ട് വീട്ടിൽ, ഇങ്ങനെ മെസ്സേജുകളൊക്കെ നിങ്ങൾ ഓൺലൈനായിട്ട് വരും. അപ്പോൾ കുട്ടിയുടെ ആ പ്രൊഫൈലൊക്കെ ഇങ്ങനെ നോക്കി, അപ്പോൾ കുട്ടികൾ ഈ ഓൺലൈൻ മീഡിയാസൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ജാഗ്രതയോടുകൂടി ഓൺലൈൻ കണ്ടൻസ് ഒക്കെ ഉപയോഗിക്കുക. അത് റെസ്പോൺസിബിൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. കുട്ടികളെല്ലാവരും അങ്ങനെ തന്നെ വേണം ചെയ്യാൻ. നമ്മുടെ ഒരാളുടെ പ്രൈവസി ഈവൻ പിന്തുടരുക, ഒളിഞ്ഞു നോട്ടം എന്ന് പറയുന്ന പോലെ നമ്മൾ ഡയറക്ട്ലി കുളക്കടവിൽ സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് കുളക്കടവിലുകളിലും ബാക്കിയിലടുത്ത് ഒളിഞ്ഞു നോക്കിയിരുന്ന സമയം ഇപ്പം ഓൺലൈൻ ഇൻസ്റ്റാഗ്രാം സ്നാപ്ചാറ്റിൽ പ്രൊഫൈലിൽ കയറി നോക്കുന്നു എന്ന രീതിയാണ്. അപ്പം അങ്ങനെയും പോലും നോക്കാൻ പാടില്ല. പ്രൈവസി ഈസ് എവരി വൺസ് ഫണ്ടമെൻ്റൽ റൈറ്റ്. അപ്പം ഉത്തരവാദിത്തത്തോടു കൂടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക എന്ന് പറയാൻ ഇവിടെ ആഗ്രഹിക്കുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട്
സെക്ഷൽ ഹറാസ്മെന്റ് എന്ന രീതിയിൽ ഇത് ലൈംഗിക പീഡനമാണെന്ന് പ്രത്യേകം ഓർക്കണം. ഇഫ് എനി വൺ കോൺസ്റ്റന്റ്ലി വാച്ചസ് ഓർ സ്റ്റോൾക്സ് എ ചൈൽഡ് ഡയറക്ട്ലി ഓർ ഓൺലൈൻ, ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇഫ് എനി വൺ ത്രെറ്റൻസ് ടു യൂസ് എ റിയൽ ഓർ ഫാബ്രിക്കേറ്റഡ് ഡെപ്പിക്ഷൻ ഓഫ് എനി പാർട്ട് ഓഫ് ദ ബോഡി ഓഫ് ദ ചൈൽഡ് ഓർ ഇൻവോൾവ്മെന്റ് ഓഫ് ദ ചൈൽഡ് ഇൻ എ സെക്ഷൽ ആക്ട് ത്രൂ ഇലക്ട്രോണിക് ഫിലിം ഓർ ഡിജിറ്റൽ, കുട്ടിയുടെ പോലെയോ കുട്ടിയെ മോർഫ് ചെയ്തിട്ടോ എന്തെങ്കിലും ഒരു വസ്തു കുട്ടികളെ എന്താണ് ഭീഷണിപ്പെടുത്താനായിട്ട് എന്താണ് ഇങ്ങനെ ഇലക്ട്രോണിക് ഫോമിൽ ഫിലിമിലോ ഡിജിറ്റലോ ആയിട്ടോ സൂക്ഷിക്കുകയോ അത് ശേഖരിച്ച് വെക്കുകയോ അത് കാണിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ, ഇഫ് എനി വൺ എൻറ്റൈസസ് എ ചൈൽഡ് ഫോർ പോർണോഗ്രാഫിക് പർപ്പസസ്, അശ്ലീല വീഡിയോകൾ ചിത്രീകരിക്കുവാൻ വേണ്ടി കുട്ടിയെ നിർബന്ധിക്കുകയാണെങ്കിൽ, കുട്ടിയെ അതിൽ ഭാഗമാക്കാനായിട്ട് കുട്ടിയെ നിർബന്ധിക്കുകയാണെങ്കിൽ, അതും ഈ പറയുന്ന സെക്ഷൽ ഹറാസ്മെൻ്റ് എന്ന സെക്ഷൻ 11 വരുന്ന കാര്യങ്ങളാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല മനസ്സിലാക്കുന്നു. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. പോക്സോ ആക്ടിൽ ഇത്രയും വിശാലമായിട്ടുള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ക്ലാസ് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് തോന്നണം, ഒരു ക്ലാസ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. അപ്പം എല്ലാ കാര്യവും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് ഇനി ചെയ്യാമെന്ന് തോന്നുന്നു. റിപ്പീറ്റ് ചെയ്ത് ഇത് വായിക്കാം, പ്രൊവിഷൻസ് വായിക്കാം. ഞാൻ വീണ്ടും പറയേണ്ടത് അവസാനം ഒരു റിവിഷൻ പോലെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ സെക്ഷൽ ഹറാസ്മെൻറ്റിൻ്റെ കാര്യം ഓർത്ത് വയ്ക്കുക. പ്രധാനമായും സെക്ഷനും ആ സെക്ഷൻ്റെ പേരും പണിഷ്മെൻ്റ് കാര്യങ്ങളും ഒക്കെ നോക്കി വെക്കുക. പിന്നെ പോർണോഗ്രഫി, അശ്ലീലം അല്ലേ, അശ്ലീല ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പോർണോഗ്രഫി എന്ന് പറയും. പോർണോഗ്രഫി ഇസ് എൻ അഡിക്ഷൻ എന്ന് പറയുന്ന രീതിയിൽ പറയാം. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് വയലേറ്റീവ് ഓഫ് ദ ലീഗൽ ഇഷ്യൂസ് ഹിയർ. എന്താണ് നിയമപരമായി തെറ്റായ കാര്യവും പിന്നെന്താണ് അത് ഒരു അഡിക്ഷൻ, സൈക്കോളജിക്കൽ ഇഷ്യൂസും നമ്മുടെ പ്രവർത്തനങ്ങളെപ്പോലും മന്ദീഭവിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ പോർണോഗ്രഫി വരെ വരുന്നത്. അത് പോക്സോ ആക്ട് പ്രകാരമുള്ള പോർണോഗ്രഫിയൊക്കെ വെച്ച് കഴിയുമ്പോൾ കുട്ടികളുമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നോക്കൂ, സെക്ഷൻ 13 ഓഫ് ദി പോക്സോ ആക്ട് സ്റ്റേറ്റ്സ് ദാറ്റ് anyone who uses a child for pornographic purposes by either representing the sexual organs of the child or using the child in real or simulated sexual acts or representing the child indecently or obscenely in programs or advertisements on a televisions or on internet commits the offense under this section and is liable in accordance with section 14 and 15 of the POCSO Act. വേറൊന്നുമില്ല, സെക്ഷൻ 13 പോർണോഗ്രാഫിക് ഒഫൻസിനെ പറ്റി പറയുന്നു. അതിൻ്റെ ശിക്ഷ 14 15 പറയുന്നു. സെക്ഷൻ 13 പറയാൻ നോക്കും, പോർണോഗ്രാഫിക് പർപ്പസ് അശ്ലീലമായ കാര്യങ്ങൾ ചിത്രീകരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഭാഗമായിട്ട് കുട്ടിയുടെ ലൈംഗിക അവയവങ്ങളോ കുട്ടിയെ ഉപയോഗിക്കുകയോ കുട്ടിയെ അത് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയോ കുട്ടിയെ ഏതെങ്കിലും പരസ്യങ്ങളിലോ TV ചാനലുകളിലോ ഇൻ്റർനെറ്റിലോ ഇൻഡീസെൻ്റ്ലി ആയിട്ട് മാന്യമായ രീതിയിലല്ലാതെ കുട്ടിയെ റെപ്രസെൻ്റ് ചെയ്യുകയോ കുട്ടിയുടെ പടം കാണിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ commits the offense under this section and is liable in accordance with section 14 and 15 of the POCSO Act. ബസ് പോർണോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം സെക്ഷൻ 13 പറയുന്നത് ഓർക്കുക. പോർണോഗ്രാഫിക് ഒഫൻസസ് ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എഴുതാനൊന്നും അങ്ങനെ ചോദിക്കില്ല, ഇതെന്തൊക്കെയാണ് എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 13 ശിക്ഷ പറയുന്നത് 14 and 15 ഈ ശിക്ഷ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ പോക്സോ ആക്ടിൻ്റെ പ്രധാനമായ ഏകദേശം 1 മുതൽ 13 വരെയുള്ള 15 വരെയുള്ള സെക്ഷൻ്റെ ആമുഖവും അത് ഏറ്റവും പ്രധാനമായ കാര്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. തുടർന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ്, നമുക്ക് അതിലേക്ക് കിടക്കാം. പോക്സോ ആക്ട് ഒഫീഷ്യൽ ഗസറ്റിൽ എന്നാണ് പബ്ലിഷ് ചെയ്തതെന്നാണ് ചോദ്യം. അതാണ് 14 നവംബർ 2011, 20 ജൂൺ 2012, 1 ജനുവരി 2012, 31 ഡിസംബർ 2012. ഏത് വർഷം അല്ലെങ്കിൽ ഏത് ദിവസം ആണ് പോക്സോ ആക്ട് ഗസറ്റിൽ പബ്ലിഷ് ചെയ്തത്? നമ്മൾ ആദ്യമേ പഠിച്ചു. പ്രാബല്യത്തിൽ വരുന്നതും ഗസറ്റിൽ വരുന്നതും രണ്ടാണ്. അപ്പോൾ ഏത് ദിവസമാണ് വന്നത്? ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് 20 ജൂൺ 2012 ഗസറ്റിൽ പബ്ലിഷ് ചെയ്തത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദി മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദി പോക്സോ ആക്ട്? പോക്സോ ആക്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ടു പ്രൊട്ടക്ട് ചിൽഡ്രൻ ഫ്രം ഫിസിക്കൽ അബ്യൂസ് ആണോ? ടു പ്രൊട്ടക്ട് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആൻഡ് പ്രൊവൈഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്പെഷ്യൽ കോർട്സ് എന്നാണോ? ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു ചിൽഡ്രൻ ആണോ? ടു റെഗുലേറ്റ് ചൈൽഡ് ലേബർ ആണോ? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നാണ് ചോദ്യം. ഇതിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്.
to protect children from sexual offenses and provide for the establishment of special courts. എന്ന് പ്രത്യേകം ഓർക്കുക. ഞാൻ ഒബ്ജക്റ്റീവ് പറഞ്ഞപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാമെന്ന് പറഞ്ഞിരുന്നു. ഇതേപോലെ ക്വസ്റ്റ്യൻ വരും. മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ, പ്രത്യേകം നോട്ട് ചെയ്യാം. പോക്സോ ആക്ടിൽ കുട്ടിയെ ആരായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? കുട്ടി എന്ന് പറഞ്ഞാൽ എത്ര വയസ്സിന് താഴെയാണ് കുട്ടികളായിട്ട് പരിഗണിക്കുന്നത്? 16, 18, 14, 12. അറിയാലോ, 18 വയസ്സിന് താഴെയുള്ള എല്ലാവരും കുട്ടികളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് സെക്ഷൻ 23 പോക്സോ ആക്ടിൽ എന്താ പറയുന്നത്? മാൻഡേറ്ററി റിപ്പോർട്ടിംഗ് ഓഫ് ചൈൽഡ് അബ്യൂസസ്, അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് വിക്ടിംസ് ഐഡന്റിറ്റി, ചൈൽഡ് ഫ്രണ്ട്ലി ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രയൽ. എന്താണ്? സി, രഹസ്യ സ്വഭാവം, ഇരയുടെ ഐഡന്റിറ്റിയെ പറ്റിയുള്ള രഹസ്യ സ്വഭാവം സൂക്ഷിക്കുക എന്ന് പറയുന്നതാണ് സെക്ഷൻ 23 ഓഫ് ദി പോക്സോ ആക്ട് പറയുന്നത്. ജെൻഡർ ന്യൂട്രൽ ആണ് പോക്സോ ആക്ട് എന്ന് പറഞ്ഞാൽ, ജെൻഡർ ന്യൂട്രൽ ആണെന്നാണ് പറയുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് ചോയ്സ് നോക്കി, ഓൺലി മെയിൽ ചിൽഡ്രൻ ആർ പ്രൊട്ടക്റ്റഡ്. ആൺകുട്ടികൾക്ക് മാത്രമുള്ള നിയമമാണ് പോക്സോ ആക്ട് ആണോ? 2, ഇറ്റ് ഡിസ്റ്റിങ്വിഷസ് ബിറ്റ്വീൻ വിക്ടിം ആൻഡ് പെർപെട്രേറ്റേഴ്സ് ബേസ്ഡ് ഓൺ ജെൻഡർ. ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റം ചെയ്തവരെയും ഇരകളെയും വ്യത്യസ്തമായി കണക്കാക്കുന്നു ആണോ? ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് എനി ഡിസ്റ്റിങ്ഷൻ ബേസ്ഡ് ഓൺ ജെൻഡർ ഓഫ് വിക്ടിം ഓർ പെർപെട്രേറ്റർ. കുറ്റം ചെയ്തവരും ഇല്ലേ, ഇരയോ അല്ലേ, വിക്ടിം ഓർ പെർപെട്രേറ്റർ എന്ന് പറയും. ഇരയോ വേട്ടക്കാരനെന്നാണ്, പെർപെട്രേറ്റർ എന്ന രീതിയിൽ വേറൊരു അർത്ഥം പറയാം. അപ്പം ഇരയോ കുറ്റം ചെയ്തവരോ ഇരയോ തമ്മിൽ യാതൊരുവിധ ജെൻഡർ ഡിസ്ക്രിമിനേഷനും ഇല്ല എന്ന് പറയുന്നതാണോ, അല്ലെങ്കിൽ പെൺകുട്ടികളെ മാത്രം സംരക്ഷിക്കുന്ന നിയമമാണോ പോക്സോ ആക്ട്? എന്താണ് ജെൻഡർ ന്യൂട്രൽ എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് എനി ഡിസ്റ്റിങ്ഷൻ ബേസ്ഡ് ഓൺ ജെൻഡർ ഓഫ് വിക്ടിം ഓർ പെർപെട്രേറ്റർ എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. വിച്ച് സെക്ഷൻ ഓഫ് പോക്സോ ആക്ട് 2012 ഡിഫൈൻസ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്? ഡിഫൈൻ ചെയ്യുന്ന ഏത് സെക്ഷനാണ്? സെക്ഷൻ 3. പെനട്രേറ്റീവ്, അഗ്രവേറ്റഡ്, പിന്നെ എന്താണ് അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, സെക്ഷൽ അസോൾട്ട്, അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട്, സെക്ഷൽ ഹറാസ്മെന്റ് എന്ന രീതിയിൽ ആണ് ഒഫൻസസ് ഡിസ്റ്റിങ്വിഷ് ചെയ്തിരിക്കുന്നത് ഓർക്കുക. അതിൽ പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 3ലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കും. അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനുള്ള മിനിമം പണിഷ്മെന്റ് എത്രയാണ് എന്നാണ് പറയുന്നത്. 10 years imprisonment, 20 years imprisonment, 5 years imprisonment, 15 years imprisonment. ഏതാണ് കറക്റ്റായിട്ട് വന്ന് നോക്കൂ. 20 years imprisonment ആണ് മിനിമം പണിഷ്മെന്റ് ആയിട്ട് പറയുന്നത്. അഗ്രവേറ്റഡ്, അതിഭീകരമായ പ്രവേശിത ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷ 20 years imprisonment ആണ് പറയുന്നത്. സെക്ഷൻ 11 എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? സെക്ഷൽ അസോൾട്ട് ആണോ, പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ആണോ, അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ആണോ, സെക്ഷൽ ഹറാസ്മെന്റ് ആണോ ഡിഫൈൻ ചെയ്യുന്നതാണ് ചോദ്യം. നിങ്ങൾ ആ കറക്റ്റ് ആ സെക്ഷൻസ് ആ ക്രോണോളജിക്കൽ കറക്റ്റായ ഓർഡറിൽ ഇങ്ങനെ നോക്കുക. പ്രവേശിതം, അല്ലാത്തത്, പിന്നെ പീഡനം എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ സെക്ഷൽ ഹറാസ്മെന്റ് അവസാനം പറഞ്ഞു വരുമ്പോൾ അപ്പം സെക്ഷൻ 11ലാണ് സെക്ഷൽ ഹറാസ്മെന്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 19 മുതൽ 22 വരെയുള്ള പോക്സോ ആക്ടിലെ സെക്ഷനിലെ പ്രത്യേകത എന്താണ്? നമ്മൾ പ്രത്യേകം നോക്കിയിട്ടുണ്ടായിരുന്നു, അല്ല ക്ലാസ്സിൽ പറഞ്ഞുപോയി. എന്തായിരിക്കും? ഔട്ട്ലൈൻ ദ പ്രൊസീജിയർ ഫോർ ട്രയൽ പ്രൊസീജിയേഴ്സ് പറയുന്നതാണോ, സെക്ഷൽ ഹറാസ്മെന്റ് ഡിഫൈൻ ചെയ്യുന്നതാണോ, മാൻഡേറ്ററി റിപ്പോർട്ടിംഗ് ഓഫ് ചൈൽഡ് അബ്യൂസ് കേസസ് ആണോ, നിർബന്ധമായിട്ട് കുട്ടികൾക്ക് നേരെയുള്ള ചൂഷണത്തെ പറ്റി റിപ്പോർട്ട് ചെയ്യുന്നതാണോ, പണിഷ്മെന്റ് സ്പെസിഫൈ ചെയ്യുന്നതാണോ? എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക? സി, മാൻഡേറ്റ് റിപ്പോർട്ടിംഗ് ഓഫ് ചൈൽഡ് അബ്യൂസ് കേസസ്. കുട്ടികളായിട്ട് ബന്ധപ്പെട്ട ലൈംഗിക അതിക്രമങ്ങൾ നടന്നതായിട്ട് നിങ്ങൾക്ക് വിവരം ലഭിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളത് റിപ്പോർട്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. പിന്നെ വാട്ട് ഡസ് ചൈൽഡ് ഫ്രണ്ട്ലി ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രയൽ അണ്ടർ പോക്സോ ആക്ട് എൻടെയിൽ? എന്താണ് ബാലസൗഹൃദപരമായ അന്വേഷണം ആൻഡ് ട്രയൽ എന്ന് പറയുന്നത്? സ്പീഡി ട്രയൽ വിത്തൗട്ട് കൺസിഡറേഷൻ ഓഫ് ചിൽഡ്രൻസ് കംഫർട്ട്, ഇൻവെസ്റ്റിഗേഷൻ ട്രയൽ പ്രൊസീജിയർ ഫോർമുലേറ്റഡ് ഫോർ ദ കൺസിഡറേഷൻ ഓഫ് ചിൽഡ്രൻസ് നീഡ്, ട്രയൽ കണ്ടക്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ ചൈൽഡ്, നോ ലീഗൽ റെപ്രസെൻറ്റേഷൻ ഫോർ ദ ചൈൽഡ്. എന്താണ് കറക്റ്റായിട്ട് വരിക? ചിന്തിക്കും. കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണ് ഇതിൽ? കുട്ടികളുടെ ആവശ്യാനുസരണം, ബാലസൗഹൃദമായി കുട്ടിക്കൊരു ഭീകര അന്തരീക്ഷമാണെന്ന് തോന്നാത്ത വിധം കുട്ടികൾക്ക് ആ അന്വേഷണവും അതുമായിട്ട് ബന്ധപ്പെട്ട കോടതി നടപടികൾ നടക്കുമ്പോഴാണ്
ചൈൽഡ് ഫ്രണ്ട്ലി ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രയൽ എന്ന് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഇവിടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്. ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രയൽ പ്രൊസീജിയേഴ്സ് ഫോർമുലേറ്റഡ് വിത്ത് കൺസിഡറേഷൻ ഓഫ് ചൈൽഡ്സ് നീഡ്സ്. ഓക്കെ, അപ്പം ഇതിൽ കറക്റ്റായ ഓപ്ഷൻ ഇതാണ്. ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രയൽ പ്രൊസീജിയേഴ്സ് ഫോർമുലേറ്റഡ് വിത്ത് കൺസിഡറേഷൻ ഫോർ ദി ചൈൽഡ് നീഡ്സ്. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ ഇത്രയും പഠിച്ച കാര്യത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് തുടർന്ന് ബാക്കി ക്ലാസ്സുകൾ, ബാക്കി പ്രൊവിഷൻസും ഇമ്പോർട്ടൻ്റ് ആയ പ്രൊവിഷൻസ് വീണ്ടും നോക്കാം. അതോടൊപ്പം ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.